ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഓക്കെ, നമുക്കിനി ബർത്ത്ഡേ വ്ളോഗിലേക്ക് പോവാം. ഇവർക്ക് ആർക്കും ഫുഡ് കഴിക്കണം എന്നുള്ള തീരുമാനമൊന്നുമില്ല. ഹോട്ടലിന്റെ കണക്കെടുത്തുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. രണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. കൂട്ടുപുരയെ പോയിട്ട് മന്തി കഴിക്കോ, ഒന്നുകൂടെ രണ്ട് ചർച്ചകളുണ്ട്. രണ്ട് ചർച്ച. കൂട്ടുപുരയെ പോയിട്ട് വെജ് കഴിക്കോ, അൽറീമി പോയിട്ട് മന്തി കഴിക്കോ. നോക്കാം. ഈ ഒരു അവസ്ഥയെ പറ്റി എന്താണ് ഐഷുവിന് പറയാനുള്ളത്? പറയൂ. നല്ല വിശപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് വിഷ്ണുവിനോട് ചോദിക്കാം. വിഷ്ണു, നമുക്ക് സീറ്റില്ല അതിനെ പറ്റി രണ്ട് വാക്ക് പരിഹരിക്കാം. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. അഞ്ച്, നമുക്കിപ്പോ സീറ്റില്ലാത്തൊരു അവസ്ഥയാണ്. 4 പേർക്ക് വേറെ സീറ്റ് തരാന്നാണ് പറയണേ. അപ്പൊ അതിനെപ്പറ്റി രണ്ട് വാക്ക്. അലമ്പ് സിറ്റുവേഷൻ ആണ്. പക്ഷെ എനിക്ക് സീറ്റ് ഉണ്ട്. ഞാൻ എന്റെ കാര്യം നോക്കും. ആധികാരികമായിട്ട് കുറച്ചുകൂടെ ചർച്ച ചെയ്യാനൊക്കെ നിധിയോട് ചോദിക്കാം. നിധി പറയും. ഓക്കെ, പാസ്റ്റർ പറയുന്നത് പറഞ്ഞേക്കണേ. പാസ്റ്റർ അല്ല, മാസ്റ്റർ. എനിക്ക് നാണാ. ഓക്കെ, ഇനി അടുത്തായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാം. നമ്മൾ അഖിലിനെ വിളിക്കണം. അഖില, ഇതൊരു നല്ലൊരു ഇതാണ്. എനിക്ക് ഇഷ്ടമായി ഇത്. അത് കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, നിനക്ക് ഇല്ല, അവർക്ക് രണ്ട് വാക്ക് പറയാനില്ല. അപ്പൊ നമുക്ക് ഫുഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി സംസാരം. ഓക്കെ, താങ്ക് യു. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒത്തുകൂടുന്നത്. അപ്പൊ അതിനെപ്പറ്റി സച്ചിന്റെ രണ്ട് വാക്ക്. ശരിയാണ്. വെക്കേഷൻ ആയതുകൊണ്ടിട്ട് കുറെ നാളായി കണ്ടിട്ട് എല്ലാവരെയും. അതെ അതെ അതെ, വീട്ടിൽ ഈച്ചടിച്ചൊക്കെ ഇരിക്കണായിരുന്നു. അപ്പോ എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. ദുഃഖം അതെന്താ ദുഃഖം? വെജിറ്റബിൾ ഹോട്ടലിൽ കൊണ്ടിരുത്തി. അതെ അതെ, അത് വളരെ ശരിയാണ്. അത് ഒരു കൂട്ടം ആളുകളുടെ പ്രത്യേക തരം താല്പര്യം കൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് കൂട്ടുപുരയിൽ വെജ് കഴിക്കാനായിട്ട് എത്തിയത്. അല്ലെങ്കിൽ നമ്മള് അൽഡ്രീമില് എന്നത്തെയും പോലെ ഇന്ന് മന്തി കഴിക്കാനായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ നമ്മള് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വഴിതെറ്റി നമ്മളിന്ന് വെജ് കഴിക്കാനായിട്ട് കയറിയതാണ്. പക്ഷെ നമ്മളിന്ന് വെജ് എൻജോയ് ചെയ്യാൻ പോണാണ്. അതുകൊണ്ടിട്ട് നമ്മൾ നല്ല രസകരമായ ഫുഡുകൾ തന്നെയാണ് ഓർഡർ ചെയ്യണത്. ഐഷു എന്താണ് ഓർഡർ ചെയ്തത്? ഓക്കെ ഓക്കെ, അപ്പൊ മെനു. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമുക്ക് ഫുഡ് വന്നിരിക്കുകയാണ്. ഇതെന്നാ ഇഷ്യൂ? ഇതെന്താ? ജാട. 2 ഫ്രൈഡ് റൈസ് ആണ് നമുക്ക് മനസ്സിലായി. ഇതെന്താ സാധനം? ഇതിന്റെ പേര് പറഞ്ഞേ. മഷ്റൂം പുലാവ് നമ്മൾ ഒരു തവണ കഴിച്ച് കണ്ടതാണ്. ഇതിപ്പോ രണ്ടാമതാണ് നമ്മൾ കഴിക്കണം അല്ലേ? പനീർ കണ്ടുപിടിക്കട്ടെ. പനീർ കണ്ടുപിടിക്ക. വെൽ ഡൺ. നമുക്കാണ് ആദ്യം കിട്ടിയത്, പക്ഷെ എനിക്ക് കിട്ടില്ല. കിട്ടി. അമ്പോ, ഒരു സാധനം കിട്ടിയപ്പോ സൂമാണ അമ്മേ. ഒരു സാധനം കിട്ടിയപ്പോ നമ്മളെ ചവിട്ടി കേപ്പിയുടെ തീറ്റാണ്ട. സോ ഗൈസ്, നമ്മളിവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന സാധനമാണ് ചില്ലി പൊറോട്ട. ഇതിന്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം. ആണോ? അരെ വാ 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 വാ. ഐശ്വര്യ പുലാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. തിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നിർത്തൂല. ഈ ബാലൻസും കൂടെ തിന്നിപ്പോ കാണിക്കും, അല്ലെങ്കിൽ മുടി മൊട്ടടിക്കുന്നൊക്കെ പറയണേ. ഇപ്പൊ കണ്ടോടെ, എല്ലാരും കണ്ടോ? എല്ലാരും കാത്തിരിക്കുന്ന നിമിഷം. RCB ജയിച്ചപ്പോ പോലും നമുക്ക് അത്ര വിഷമം ഉണ്ടായിരുന്നില്ല. തിന്നൂല 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 തിന്നെ തിന്നെ.
കാണിച്ചോടാ. ആ എടാ കൈ പൊക്കിയില്ലടാ. അവൻ തിരിഞ്ഞില്ലേ? സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. സമയമായി, എല്ലാത്തിനും സമയമായി. ദേ സൗരജ് മിണ്ടാണ്ട് പോകുന്നുണ്ട്, നമ്മൾ അവരുടെ പുറകിൽ പോകുന്നുണ്ട്. ഗോളടിക്കുമ്പോ ഇങ്ങോട്ടടിക്കാൻ ആരാടാ? അത് നമുക്ക് കറക്റ്റ് നോക്കണ സ്ഥലത്തേക്ക്. അല്ല പോയില്ലല്ലോ, സർപ്രൈസ് ആയില്ലേ നീ? കരയാന്ന് പറയുമ്പോ കരയാറില്ലേ? താങ്ക് യു ഗൈസ്. നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് ആയി. കള്ള അഭിനയൊന്നും ഇല്ലായിരുന്നു, ജീവിക്കണായിരുന്നു. കൊള്ളാം. എന്തായാലും താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. ഇതാരാ പ്ലാൻ ചെയ്ത് ആരാ? എല്ലാരും ഉണ്ടാ? ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആണോ? ആണോ കേട്ടാ? കൊള്ളാം. കട്ട് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ സച്ചിന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അല്ല രാത്രി 12 മണി തൊട്ടിരുന്ന് വിളിച്ചു പറയുന്ന കാര്യമാണ്. ഓ ഇവിടെ പോണേ അൽത്താഫി, നിനക്ക് തരേണ്ട ഒരു കളിയില്ല. എടാ അത് കാണാ ആ ജേസിക്ക് കൊടുക്ക. ഈ അവസരത്തിൽ 2 വാക്ക്. കേക്ക് എങ്ങനെ നോക്കിട്ട് പറയാം. എടാ ആരെങ്കിലും അഖിലിന് കേക്ക് കൊടുക്കണം. വലുതാണോ വേണ്ടത്? മുറിച്ചോ.
ബർത്ത്ഡേക്കാരന് കൊടുക്കടാ. എന്താ അൽത്താഫേ ആദ്യം തന്നെ എടുത്ത്. അങ്ങനെ കേക്കുകൾ പീസ് പീസാക്കി മുറിച്ചോണ്ടിരിക്കുകയാണ്. അതെല്ലാം മുറിക്കട്ടാ മേടിക്കാൻ അത്ര ഒന്നുമില്ലല്ലേ. സർപ്രൈസ് ആയിട്ടോ സർപ്രൈസ് ആയില്ലേ? ഞാൻ സച്ചിൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സർപ്രൈസ് ആണ്. എല്ലാം സർപ്രൈസ് ആയില്ലേ? കട്ടാക്കട്ടെ. അൽത്താഫ് പറയേണ്ടത് കട്ടാക്കണ്ടടാ, ഇനി കട്ടാക്കിയാ നീ എന്താ എന്നോട് പറയുന്നത്? അൽത്താഫ് മിണ്ടാണ്ടൊക്കെയാണ് ഇവിടെ. സച്ചു അൽത്താഫ് വെറുതെ രാവിലെ കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ നടന്നിട്ട്. അവിടെ ക്രീം മാത്രം കൊടുക്കപ്പെടുക. അങ്ങനെ ജെസി ഫൈനലി ക്രീം കഴിക്കാണ്ട് ഓർത്തനെ ഇരുത്താൻ വേണ്ടി ഞാൻ നോക്കി അണ്ണാക്കി തിരികെ അവന്റെ അടുത്ത് കസാര നോക്കിയിരിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇത്ര നടന്നു ഇങ്ങോട്ട് നോക്കിയത് ആ കസാര നോക്കി ഇരുത്താൻ വേണ്ടി ഇതിന് തമ്മിലുള്ള കണ്ട ഈ ആഘോഷത്തെ പറ്റി ബർത്ത്ഡേക്കാരനായ സച്ചുവിന് പറയാൻ 2 വാക്ക്. നന്ദി. ഞാൻ ശരിക്കും സർപ്രൈസ് ആയി പോയി. അല്ല, ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോ സർപ്രൈസ് തരാനായിട്ട് നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് ശരിക്കും. ഓക്കെ, ഞാനത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്തായാലും നല്ലൊരു കലക്കൻ ഡേ ആയിരുന്നു കേട്ടോ. അപ്പോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ ടിങ് ടിങ് ടിങ്. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്.